ഹലോ എവ്രി വൺ, ന്യൂ വീഡിയോയാണ്. നമ്മൾ CMA ഡിസംബർ 2024 എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചാനലിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്സ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റാണ് നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത്. ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം നമ്മൾ ടാക്സ് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറച്ചൊന്ന് അനലൈസ് ചെയ്യാനായിട്ടും ഒക്കെ സമയമെടുക്കും. വാസ്റ്റാണ് സബ്ജക്റ്റ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 സബ്ജക്റ്റിനുള്ള വീഡിയോയും ചാനലിലുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളിത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് അതെന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കുറേ പേർക്ക് അത് കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ്, എളുപ്പമുള്ളവരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് ടാക്സ്. ഞാൻ കാണുന്നത് തന്നെ അങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിക്കാണ് കാണുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റും ആ ഒരു സംഭവമൊക്കെ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങളിതിന് ഇതുവരെയുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിക്ക് വേണം ശരിക്കും ഇത് പഠിക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്കൊരു ഓക്കെ ഫീൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ചാനലിൽ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് നല്ല നല്ല ഒരുപാട് റിവ്യൂസ് കിട്ടി. ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, നോട്ട്സ് ചോദിക്കുന്നവരുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നവരുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുമെന്ന് ചോദിക്കുന്നവരുണ്ട്, ഗൈഡിനെ പറ്റി ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കമൻസിലും ഒത്തിരി പേര് നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. അപ്പം നല്ല ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ പോലും ഈ വീഡിയോ കണ്ടൊരു റിവ്യൂ പറയുമെന്ന് വിചാരിച്ചിട്ടല്ല ശരിക്കും ഈ വീഡിയോ ഇട്ടത്. എൻ്റെ ഒരു വ്യൂ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ ശരിക്കും ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പോലും, ഈ 8 സബ്ജക്റ്റ് ഇടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നല്ല റിവ്യൂസ് കണ്ടപ്പോൾ ആളുകൾക്കിത് വേണം. അപ്പോൾ ഒരുപാട് പേരെന്നോട് ആ വീഡിയോ ഇടാവോ ഇതിടാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ മാക്സിമം സ്പീഡിന് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഞാനും എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞാനും ചെയ്യുകയാണ്. അപ്പോൾ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി. എന്നാലും ഞാൻ ഇന്നലെ 4 വീഡിയോസോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്സ് വൈസ് സെലക്ഷൻ വരുന്ന ആ ഒരു വീഡിയോ തീരും. പിന്നെ നമുക്ക് ഫർദർ ആയിട്ടുള്ള വീഡിയോ ഇടാം. പിന്നെ 1-2 പേര് ഇങ്ങനെ 26 ഡേയ്സിൻ്റെ സ്ട്രാറ്റജി ഞാൻ ഈ ചാനലിട്ട്. ഒരുപാട് പേര് പറഞ്ഞു എന്താണ് കണ്ടു വന്നപ്പോൾ 23 ഡേയ്സായി, 24 ഡേയ്സിൻ്റെതായി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇത് ചെയ്തിട്ട് ഒരു റിന്യൂ ചെയ്തൊരു പുതിയ വീഡിയോ ചെയ്യാവോ, ഒരു 20 ഡേയ്സിൻ്റെയോ 18 ഡേയ്സിൻ്റെയോ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഒരു വീഡിയോ എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇടുന്നതാണ്. 20 ഡേയ്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ടിടാം. നിങ്ങൾ അതുകൂടി ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടോപ്പിക്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 20 ഡേയ്സ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം തീർക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. നല്ല റിവ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും എന്നോട് ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം അത് ക്ലിയർ ചെയ്യും. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്കൊന്നും തോന്നരുത്. കാരണം ഞാനും നിങ്ങളെപ്പോലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എല്ലാം അറിയണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നോട്ട്സിനെ സംബന്ധിച്ചോ ഒക്കെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടൻറ്റിലേക്ക് വരികയാണ്. നമ്മുടെ ടാക്സ് ആണ് ഇന്നത്തെ സബ്ജക്റ്റ്. ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് 2 ഡിവിഷൻ ഉണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടും 50 മാർക്സിനാണ് നമ്മുടെ എക്സാംസിന് വരുന്നത്. അപ്പോൾ നമ്മൾ DT മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ, IDT മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇപ്പോൾ DT മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് പോകുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയും ക്ലിയർഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ DTയെ സംബന്ധിച്ച് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും എനിക്കത് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റണം, എനിക്ക് പെട്ടെന്നത് ഇത് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ അത്രയും കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മാത്രം പഠിച്ചിട്ട് പോയാൽ 50 മാർക്സും സ്കോർ ചെയ്യുമായിരിക്കും. പക്ഷേ ഫോർ മീ, എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ. കാരണം നമ്മൾ 50 മാർക്കിന് പഠിച്ചിട്ട് പോയി, പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ച് ടൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് വരണം എന്നില്ല, മാർക്കിലേക്ക് വരണം എന്നില്ല. സോ അതുകൊണ്ട് ഐ യൂഷ്വലി പ്രിഫർ നിങ്ങൾക്ക് ഫോക്കസ് ഉള്ളത് പഠിച്ചോളൂ, സീനില്ല. പക്ഷേ നിങ്ങൾക്കൊരു റിസർവ്, ഒരു സേഫ്റ്റി എന്നുള്ള രീതിക്ക് മറ്റേ സബ്ജക്റ്റിൽ നിന്നും കൂടി കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് ഓക്കെ, ഫുള്ളെന്നല്ല, അതിന് 100% എന്നല്ല, കുറച്ചൊരു 30 to 40% എങ്കിലും ഒന്ന് സെക്യൂർ ആക്കി കയ്യിൽ വെച്ചേക്കുക. ആസ് എ റിസർവ് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നാൽ എടുക്കാമല്ലോ. ഓക്കെ, അതിന് വേണ്ടി വെച്ചേക്കുക എന്നുള്ളത് ഐ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം പലരും പറയാറുണ്ട് ടൈം കിട്ടാറില്ലെന്ന്. പക്ഷേ നമ്മളിത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ 45 മാർക്കായിരുന്നു ഈ ടാക്സ് പേപ്പറിന് ഉണ്ടായിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ IDT മാത്രമാണ് പഠിച്ചിട്ട് പോയത്. IDT മാത്രം പഠിച്ചിട്ട് പോയി, അതും ഫുള്ളൊന്നും അറിയില്ല, അത്യാവശ്യം അറിയാം, അങ്ങനെ പഠിച്ചു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ പഠിച്ചോളായിരുന്നു. 45 മാർക്സ് എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ അറ്റംപ്റ്റിൽ. അപ്പം
അത് അത്ര പഠിച്ചിട്ടാണ് നമുക്ക് ആ ഒരു മാർക്ക്, അതുമല്ല നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റുന്ന രീതിക്കായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഇപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇതിൽ ആദ്യം തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പാറ്റേൺ പറയുന്നുണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ ടാക്സ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് 30 മാർക്ക് MCQനും 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിനുമാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ ടോട്ടൽ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് തരും. അതിൽ നിന്ന് നമുക്ക് 5 ചൂസ് ചെയ്യാം. നമുക്കറിയുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ 5 നമുക്ക് ചൂസ് ചെയ്യാം ഔട്ട് ഓഫ് 7. എല്ലാവർക്കും അറിയാലോ. ഈ 5 ക്വസ്റ്റ്യനാണ് നമുക്ക് 70 മാർക്സ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിനകത്ത് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കൂടി സെലക്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് ടോപ്പിക്സ് ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഞാനത് പറയുന്നൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ DT പഠിച്ചിട്ടുണ്ടായിരുന്നു, IDT പഠിച്ചിട്ടുണ്ടായിരുന്നു. 100% അല്ല, ഒരു 50-50. DT 50 പഠിച്ചു, IDT 50 പഠിച്ചു. എക്സാമിന് ഞാൻ പോയി ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ എനിക്ക് ചിലതിൻ്റെ A പാർട്ട് അറിയാം, ചിലതിൻ്റെ B പാർട്ട് അറിയാം, ചിലതൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് 5 ചൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒരെണ്ണം ചൂസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് അറിയുന്ന ഒരെണ്ണം ചൂസ് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷനൊക്കെ വരുന്നു. അപ്പം നമ്മളത് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ സെലക്ഷൻ എന്നൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് കുറച്ച് അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. മേ ബി അത് ഡിഫറെൻ്റ് ആവാം അല്ലേ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും 90% നമുക്കൊരു ഷുവർ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് മൊത്തം 7 ക്വസ്റ്റ്യൻസ് വരുന്നതിൽ 5 നമ്മൾ ചൂസ് ചെയ്യണം. എങ്ങനെയാണ് ഈ 7 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പറയാം. 7 ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിൽ 4 DTക്കും 3 IDTക്കുമാണ്. ഓക്കെ, 4 DTക്ക്, DTയുടെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. 3 IDTക്ക്. IDTക്കകത്ത് വരുന്നതിൽ 2 ഫുൾ ഓഫ് IDT, അതായത് IDTയുടെ നമ്മുടെ സപ്ലൈ, ഇൻട്രൊഡക്ഷൻ, എക്സംഷൻ, അതുപോലെ നമ്മുടെ കോമ്പോസിഷൻ സ്കീം, ടൈം ഓഫ് സപ്ലൈ, വാലുവേഷൻ, ITC, രജിസ്ട്രേഷൻ, വേ ബിൽ, ടാക്സ് ഇൻവോയ്സ്, റിട്ടേൺസ്, അങ്ങനെയുള്ള ബേസിക്കിൽ നമ്മുടെ ആ ഒരു ചാപ്റ്റേഴ്സാണ് 2 ക്വസ്റ്റ്യൻസിനകത്ത് വരിക. 3ാമത്തെ ക്വസ്റ്റ്യനകത്ത് IDTയുടെ 3rd ക്വസ്റ്റ്യനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലും കസ്റ്റംസ് ആണ്. കസ്റ്റംസ് എന്ന് പറയുമ്പോൾ ചില അറ്റംപ്റ്റിൽ 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതായത് 14 മാർക്കിന് വരാറുണ്ട്. പക്ഷേ ചില അറ്റംപ്റ്റിൽ 7 മാർക്കിനെ വരാറുള്ളൂ. എനിവേ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കസ്റ്റംസ് ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ. 4 ക്വസ്റ്റ്യൻ DTക്കും 3 ക്വസ്റ്റ്യൻ IDTക്കുമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ പാറ്റേൺ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ DT മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ DT നന്നായിട്ട് അറിയാം. ഓക്കെ, എനിക്ക് DT നല്ല പിടിയുണ്ട്, പക്ഷേ IDT അത്ര പോരാ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ് ആദ്യത്തേത്. അതുപോലെ IDT നന്നായിട്ട് അറിയുന്നവർക്ക് വേണ്ടി 2ാമതൊരു മെത്തേഡ് പറയുന്നുണ്ട്. സോ ഇപ്പോൾ പറയുന്നത് DT മെയിൻ ആയിട്ട് പഠിക്കുന്നവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയുന്ന മെത്തേഡ്. ഓക്കെ, നിങ്ങളിത് നോക്കുക. ഇപ്പോൾ DT നമുക്കറിയാം. ഓക്കെ, DT നമുക്കറിയാമെന്ന് പറഞ്ഞാൽ നോട്ട് 100%, ഒരു 70-80% നമുക്ക് DT അറിയാം. അങ്ങനെയുള്ളവർ ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, DTക്കകത്ത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പറയുന്നില്ല. ഞാൻ പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാ അറ്റംപ്റ്റിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ A പാർട്ട് എന്ന് പറയുന്നത് റെസിഡൻഷ്യലാണ്. 7 മാർക്കാണ്. 3 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് DT മെയിൻ ഫോക്കസ് ചെയ്യുന്നവർ ആദ്യം എന്ത് ചെയ്യുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുക. അതേപോലെ തന്നെ നമ്മുടെ DTയിലെ മെയിൻ ആണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, പിന്നെ അതുപോലെ CG ക്യാപിറ്റൽ ഗെയിൻ, IFOs ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സാലറിയും ക്യാപിറ്റൽ ഗെയിനും PGBP ആണ് ഇച്ചിരി ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ, അത് ഇച്ചിരിയല്ല, അത്യാവശ്യം കുറച്ച് ലെങ്ത് വരും. സാലറി പഠിക്കുന്നതിൻ്റെ ഡബിൾ ടൈം എഫേർട്ട് ഇട്ടാലേ നമുക്ക് PGBP പഠിച്ചെടുക്കാൻ പറ്റും. ബിക്കോസ് അത്രയും ലെങ്തിയാണ് PGBP എന്ന് പറയുന്നത്. ഈ 5 ഹെഡ്സിൽ ഏറ്റവും വലിയ ചാപ്റ്റർ PGBP ആണ്. അതുപോലെ അതിൻ്റെ ഒരു പകുതിയാണ് സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 3/4 ഭാഗം, ഒരു 3/4 പോർഷൻ, ഒരു 75% ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ PGBP മെയിൻ 100% എടുത്താൽ അതിൻ്റെ ഒരു 50%ഓളം എഫേർട്ട് ഇട്ടാലേ സാലറി തീരൂ. ഈ PGBPയുടെ ഒരു 75% എഫേർട്ട് ഇട്ടാലേ ക്യാപിറ്റൽ ഗെയിൻ തീരൂ. പക്ഷേ എല്ലാം നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് പ്രൊവിഷൻസ് ക്യാച്ച് ചെയ്യണം, അതാണ് മെയിൻ.
നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അതിൻ്റെ ആൻസർ, അങ്ങനെയൊക്കെ ചില ഇഷ്യൂ വരും. അപ്പോൾ അതിന് ഇഷ്യൂ തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് DT ഫോക്കസ് ചെയ്യുന്നവർ ആദ്യം എന്ത് ചെയ്യുക, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുക. പിന്നെ ഈ ഹെഡ്സ് ഓഫ് ഇൻകം 5 എണ്ണവും കമ്പൽസറി പഠിക്കുക. കാരണം നമ്മളിവിടെ മെയിൻ ഫോക്കസ് ആരാണ്, DT ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ 5 ഹെഡ്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, പഠിക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ 2 എണ്ണത്തിലുണ്ടായിരുന്നു 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ 2 എണ്ണം. പിന്നെ അതുകൊണ്ട് ചാപ്റ്റർ 6 ഡിഡക്ഷൻ. അതുപോലെ തന്നെ നമ്മളിത് പഠിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രമല്ല, നമുക്ക് MCQയും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ്, TDS TCS അഡ്വാൻസ് ടാക്സ് അത് പഠിക്കണം. അഗ്രികൾച്ചർ ഇൻകം 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, 3 എണ്ണത്തിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു 7 മാർക്കിന്. അതുപോലെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അത് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് DT മെയിൻ ഫോക്കസ് ചെയ്യുന്നവർ ഇത്രയും ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെൽഫ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റേ ഇൻട്രൊഡക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഇൻഡിവിജ്വൽ HUFൻ്റെ ടാക്സേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും മെജോറിറ്റി എടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ ഫോക്കസ് DT മെയിൻ ഫോക്കസ് ചെയ്യുന്നവർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സാലറി, HP, PGBP, CG, IFOS, ചാപ്റ്റർ 6 ഡിഡക്ഷൻസ്, TCS TDS അഡ്വാൻസ് ടാക്സ്, അഗ്രികൾച്ചർ ഇൻകം, ടോട്ടൽ ഇൻകം, ഈ 10 ചാപ്റ്റേഴ്സും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓക്കെ ഫീലായി, ഓക്കെ DTയിൽ ഞാൻ ഓക്കെ ആണെന്നുള്ള ഫീൽ കിട്ടി. അത് കഴിഞ്ഞാൽ തീർന്നില്ല, അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലബിംഗ് സെറ്റ് ഓഫ് റിട്ടേൺസ് MCQന് വരും. ക്ലബിംഗ് സെറ്റ് ഓഫ് മോസ്റ്റ്ലി MCQനാണ് വരുന്നത്. അപ്പോൾ അത് വേണമോ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് പഠിക്കുക. പ്ലസ് റിട്ടേൺസും പഠിക്കുക. റിട്ടേൺസ് ഒരു അറ്റംപ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവിലും ബാക്കിയിൽ MCQയിലുമാണ് കണ്ടത്. ടൈം ഉണ്ടെങ്കിൽ ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇറ്റ്സ് ഓപ്ഷണൽ. DT മെയിൻ ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്രയും നിങ്ങൾ പഠിക്കുക. പിന്നെ ഇനിയാണ് റിസർവ് എന്ന് പറയുന്നത്. റിസർവിൽ മെയിൻ കസ്റ്റംസ്, IDTയിൽ നിങ്ങൾക്ക് IDT വലിയ പിടിയില്ലാത്തവരാണല്ലോ, അതുകൊണ്ടാണല്ലോ DT പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് IDTയിൽ പോയിട്ട് നമ്മൾ കസ്റ്റംസ് മെയിനായിട്ട് പഠിക്കുക. ഇതൊക്കെ കസ്റ്റംസ് വിടരുത്. 7 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലും വരും. അത്യാവശ്യം എളുപ്പമാണ്, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അത് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ഇതേ വരുന്നുള്ളൂ. ഓക്കെ, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റിസർവ് എന്ന രീതിയിൽ IDTയിലെ സപ്ലൈ, എക്സംഷൻ, രജിസ്ട്രേഷൻ, ITC, ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഇ-വേ ബിൽ ഇത്രയും വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇതെന്താണ് ഓൾമോസ്റ്റ് എല്ലാം ആയല്ലോ, എല്ലാ ചാപ്റ്ററും ആയല്ലോ. എടാ, ഈ IDTനെ സംബന്ധിച്ചൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ DTയിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, എന്താ റെസിഡൻസ് വരും, പിന്നെ അതുപോലെ ഈ ഹെഡ്സ് ഓഫ് ഇൻകം ഉറപ്പാണ് വരും എന്നുള്ളത് പറയാം. പക്ഷേ IDTയെ സംബന്ധിച്ച് നമുക്ക് സപ്ലൈ വരും, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം വരും, എക്സംഷൻ വരും, രജിസ്ട്രേഷൻ വരും, ITC വരും, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി 2 ക്വസ്റ്റ്യനാണ്. ആ 2 ക്വസ്റ്റ്യനിൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് ഏത് വരും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന ചാപ്റ്റർ എന്ന് എടുത്ത് പറയാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ റിസർവ് എന്ന രീതിക്ക് കുറച്ച് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്ലൈ, എക്സംഷൻ, രജിസ്ട്രേഷൻ, ITC, ടാക്സ് ഇൻവോയ്സ് പഠിക്കുക. അത് പഠിക്കാത്തവർ ഇ-വേ ബില്ല് പഠിക്കുക. ഇ-വേ ബില്ല് പഠിക്കുകയാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് വേണ്ട, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് പഠിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന്, അതിൽ രണ്ടിലെങ്കിലും ഒന്ന് പഠിക്കാം. ഇത്രയും പഠിക്കണം. ഡയറക്റ്റ് ടാക്സ് ഫോക്കസ് ചെയ്യുന്നവർ ഇത്രയും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് നിർബന്ധമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡയറക്റ്റ് ടാക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ 2ാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. 2ാമത്തെ മെത്തേഡ് എന്താണെന്നുണ്ടെങ്കിൽ IDT മെയിൻ ഫോക്കസ് ചെയ്യുന്നവർ IDT ഫുള്ളായിട്ട് പഠിക്കുക. IDTയിൽ ടോട്ടൽ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. 11 ചാപ്റ്റേഴ്സും പഠിക്കണം. ഏതൊക്കെയാണെന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ, സപ്ലൈ, എക്സംഷൻ, കോമ്പോസിഷൻ സ്കീം, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, ITC, രജിസ്ട്രേഷൻ, ടാക്സ് ഇൻവോയ്സ്, ഇ-വേ ബിൽ ആൻഡ് റിട്ടേൺസ്, GST റിട്ടേൺസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. കാരണം നമ്മൾ IDT ആണല്ലോ മെയിൻ ഫോക്കസ്, പഠിക്കുക. പ്ലസ് കസ്റ്റംസ് പഠിക്കുക. കസ്റ്റംസ് ഒരു 4 ചാപ്റ്റേഴ്സായിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് തീരും, ക്വസ്റ്റ്യൻ മാത്രം വർക്ക് ചെയ്താൽ മതി. പിന്നെ ഇച്ചിരിയെങ്കിലും തിയറി ചോദിക്കുന്നത് കസ്റ്റംസിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഞാൻ ഒരു അറ്റംപ്റ്റിൽ. എല്ലാ തവണയും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ഞാൻ അത് കണ്ടു, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കസ്റ്റംസ് അപ്പോൾ നമ്മൾ IDT മെയിൻ നോക്കുന്നവർ IDT ഫുള്ള് നോക്കി, കസ്റ്റംസ് ഫുള്ള് നോക്കി. പ്ലസ് ഇനിയാണ് നമ്മുടെ റിസർവ് എന്ന് പറയുന്നത്. റിസർവ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കണം, അഗ്രികൾച്ചർ ഇൻകം പഠിക്കണം, പിന്നെ ഹെഡ്സ് ഓഫ് ഇൻകം പഠിക്കണം. അതുപോലെ തന്നെ ചാപ്റ്റർ 6 ഡിഡക്ഷൻ പഠിക്കണം. ക്ലബിംഗ് സെറ്റ് ഓഫിനെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി അത് പഠിക്കാൻ സമയം കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഐ റിമൂവ് ഇറ്റ്.
ഇവിടെ ഞാനത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ഇവരെ സംബന്ധിച്ച്, ഇവരെ DT മെയിൻ നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി. IDT മെയിൻ നോക്കുന്നവർ IDT ഫുള്ളായിട്ട് നോക്കുക. പ്ലസ് കസ്റ്റംസ്, ഇൻക്ലൂഡഡ് കസ്റ്റംസ് ആണ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഡിങ് കസ്റ്റംസ്. അപ്പോൾ IDT ഫുള്ള് നോക്കിയിട്ട് ആസ് എ റിസർവ് നിങ്ങൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഹെഡ്സ് ഓഫ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം, ചാപ്റ്റർ 6. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അഗ്രികൾച്ചർ ഇൻകം പെട്ടെന്ന് തീരും. ഹെഡ്സ് ഓഫ് ഇൻകം ടൈം എടുക്കും. ചാപ്റ്റർ 6 ഡിഡക്ഷൻ മാക്സിമം 2 hours. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇയർ ടു ഇയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ലൈക്ക് ചില അറ്റംപ്റ്റിൽ നമുക്ക് ഓക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലത് നമുക്ക് കത്തത്തില്ല, പെട്ടെന്ന് ക്യാച്ച് ആവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിലൊന്നും തിയറി അല്ല നോക്കാനുള്ളത്, ജസ്റ്റ് പ്രൊവിഷൻ മനസ്സിലാക്കിയിട്ട് മാക്സിമം അവൈലബിൾ ആവുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ് DT സംബന്ധിച്ച് ചെയ്യാനുള്ളത്. പ്രൊവിഷൻ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ GSTയെ സംബന്ധിച്ച് നമുക്ക് IDTയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ എഴുതിയിട്ട് ഒരു കേസ് പോലെ നമുക്ക് തന്നിട്ട്, ഒരു സിനാരിയോ തന്നിട്ട്, നമുക്ക് ഇതിലെപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഇവരെപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇവിടെ സപ്ലൈ ആണോ നടന്നത്, ഇത് സപ്ലൈ ആണോ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ശരിക്കും. ഇവിടെ ടൈം ഓഫ് സപ്ലൈ എന്താണ്, വാല്യൂ സപ്ലൈ എന്താണ്, അങ്ങനെയുള്ള കാര്യം, ഇവിടെ റിട്ടേൺസ് എന്ന് ഫയൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ ക്ലിയർ ആക്കുക. പ്രൊവിഷൻ ക്ലിയർ ആക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പം DTയെ സംബന്ധിച്ചായാലും നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ, അതുപോലെ സാലറിയിൽ എങ്ങനെയാണെന്നുള്ളത് ടോട്ടൽ കമ്പ്യൂട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഓരോന്നിലും. അപ്പം നമുക്കിതിലൊക്കെ വേണ്ട എന്താണ്, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ വെറൈറ്റീസ് ഓഫ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വറീഡ് ആക്കുന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അവൈലബിൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കാതിരിക്കുമ്പോൾ മാക്സിമം അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുക. അതുപോലെ ഓരോ ഹെഡിനും അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെയിൻ ഇപ്പോഴത്തേത്. DT ഫോക്കസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഇത് ലെങ്ത് DT ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ DT നോക്കുമ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കുക, ഇതല്ല, ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്തതിൽ നിന്ന് നിങ്ങൾ വീണ്ടും സെലക്ഷൻ ചെയ്യാണ്ടിരിക്കുക. DT മെയിൻ ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് കുറച്ച് ടോപ്പിക്ക് ചെയ്തതാണ്, കാരണം നമുക്കറിയാം ഡയറക്റ്റ് ടാക്സ് കുറച്ച് വാസ്റ്റാണ്. അപ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി പറയുന്നതെന്ന് വെച്ചാൽ IDT കുറച്ചുകൂടി സ്കോറിംഗ് പേപ്പറാണ്. IDT കമ്പാരിറ്റീവ്ലി സ്കോറിംഗ് പേപ്പറാണ്. അപ്പം പലരും അത് സ്കിപ്പ് ചെയ്യാറുണ്ട്, തിയറി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി IDT കുറച്ച് പോർഷനും കുറവാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാനും പറ്റും, കുറച്ച് ഓക്കെ പേപ്പറുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ DT മെയിൻ നോക്കുന്നവർ തെറ്റില്ല, DT നിങ്ങൾ മെയിൻ നോക്കുന്നവർ ഇത്രയും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക, മെയിനായിട്ട് പഠിക്കുക. ശേഷം നിങ്ങളുടെ റിസർവ് എന്ന രീതിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IDTയിലെ ഇത്രയും പോർഷൻസും പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ഇഫ് യു ഹാവ് ടൈം നിങ്ങൾ നോക്കുക. ഇല്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വിട്ടേക്കൂ, സീനില്ല, ഓക്കെ വിട്ടേക്കും. ഞാൻ പറഞ്ഞത് ഇത്രയും ചാപ്റ്റർ മെയിൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾ രണ്ടാമതൊരു റിസർവ് ആസ് എ റിസർവ് നിങ്ങളിത് വെക്കുക. ഓക്കെ, അത് നോക്കിയിട്ട് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഫോക്കസ് ചെയ്യാം. IDT മെയിൻ നോക്കുന്നവരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് IDT ഫുള്ളായിട്ട് നോക്കുക, ഇൻക്ലൂഡിങ് കസ്റ്റംസ് നോക്കി തീർത്തതിന് ശേഷം റിസർവ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഹെഡ്സ് ഓഫ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം, ചാപ്റ്റർ 6 ഡിഡക്ഷൻ പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. സബ് ഉണ്ടെങ്കിൽ ക്ലബിംഗ് സെറ്റ് ഓഫ് കൂടെ നോക്കിയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് ടെൻഷൻ ആക്കാനോ ഒന്നുമല്ല, ഞാൻ കംപ്ലീറ്റ് നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരുപാട് പോർഷനുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പലതിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫുള്ളാണല്ലോ, ഇത് ഈ വീഡിയോ കൊണ്ട് യൂസ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിൽ പലതും സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ മെത്തേഡിൽ പഠിക്കുന്നവർ അഡ്വാൻസ് ടാക്സ് ഇല്ല, TCS TDS ഇല്ല, റിട്ടേൺസ് ഇല്ല, ടോട്ടൽ ഇൻകം ഇല്ല, പിന്നെ ഇൻട്രൊഡക്ഷൻ ഇല്ല, അങ്ങനെ ഒരുപാടെണ്ണം ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പഠിക്കുന്നവരെ സംബന്ധിച്ച്, ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് IDTയിൽ ഒത്തിരി അധികം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 100% അല്ല എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് 75 to 80% പഠിച്ച് നമുക്ക് എങ്ങനെ 60+ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് അതായത് ഇപ്പം നിങ്ങൾക്കുള്ള ചിലരിൽ ഇപ്പം രണ്ടാമത്തെ മെത്തേഡിൽ അഗ്രികൾച്ചർ ഇൻകം എനിക്ക് അത്ര
പറ്റില്ല, അത് പകരം എനിക്ക് TCS TDS ഓക്കെയാണ്. ഓക്കെ, നിങ്ങളത് മാറ്റി റീപ്ലേസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് TCS TDS എടുത്തോളൂ, അതിനൊന്നും സീനില്ല. ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ വ്യൂവിൽ ഞാൻ ഒന്ന് അനലൈസ് ചെയ്തെടുത്തൊരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്കൊന്ന് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, അതിനൊന്നും ഒരു സീനില്ല. പിന്നെ ഇതും ഹെക്റ്റിക്കാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു സിലബസ് ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താണ് ഇത്. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 60 മാർക്ക് വേണമെങ്കിൽ 60 മാർക്ക് വേണ്ട, എനിക്ക് ഇത്രയും പറ്റില്ല, അങ്ങനെയൊക്കെ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നവരുടെ മാക്സിമം നമുക്ക് പറ്റുമോ, നമ്മൾ ശ്രമിച്ചാൽ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത ചാപ്റ്റർ ഉണ്ടെങ്കിൽ, ഒട്ടും പറ്റാത്തുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനാണ് സ്കിപ്പ് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം കുട്ടികൾ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ ചിലർക്ക് തോന്നും ഇത് തന്നെ ഇനി എങ്ങനെ പഠിച്ച് തീർക്കും എന്നൊക്കെ ഉള്ളൊരു, നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യരുത്. ആദ്യം നിങ്ങളുടെ ഒരു ക്യാപ്പബിലിറ്റി നോക്കിയിട്ട് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന രീതിക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് നമുക്ക് പറ്റും. ഓക്കെ, നമുക്ക് പറ്റും. എക്സാംസ് ഓക്കെ ആയിരിക്കും. ഈ അറ്റംപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യും. നമ്മുടെ എല്ലാ അറ്റംപ്റ്റിലും ഈ ഒരു ഹോപ്പോട് കൂടിയാണ് പോകുന്നത്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ ഒന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല, നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, നമ്മൾ ആ ഒരു റിസൾട്ട് വരുമ്പോഴുള്ള മൊമെൻറ്റ്സും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളും നമ്മൾ പുതുതായിട്ടൊരു, നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ പഠിത്തം എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഒരു ഫീലും, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കാട്ടിക്ലിഷിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്ത് അതൊക്കെ നോക്കുക. അപ്പോൾ നമുക്കൊരു എനർജി കിട്ടുമല്ലോ പഠിക്കാൻ. പിന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളൊന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നോട് പറയാം എന്താണ് നിങ്ങളുടെ ഇഷ്യൂ. ഞാനും ഇതേ സിറ്റുവേഷൻ, ഞാൻ എപ്പോഴും എനർജറ്റിക്, ഞാൻ എപ്പോഴും പഠിക്കുക അങ്ങനെയൊന്നുമല്ല. ഞാനും ഡൗൺ ആയിട്ട് പഠിക്കാതെ ഇങ്ങനെ നടക്കാറുള്ള എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്ന് ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നാളെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് എനിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും ഒരാൾ പറയുമ്പോൾ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ നിന്ന് പഠിക്കുന്ന അതേ സിറ്റുവേഷനിലൂടെ പോകുന്നവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കാറുണ്ട്, ചോദിക്കാറൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ നമ്പർ. പിന്നെ ഞാൻ താഴെ പറയാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന ഗൈഡ് ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്നതാണ് ഗൈഡ്. ഞാനത് മാത്രമേ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുള്ളൂ CMAക്ക്. പിന്നെ ഹെഡ്സ് ഓഫ് ഇൻകം മാത്രം ഞാൻ അല്ലാതൊരു ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഈ ഒരു ഗൈഡാണ് യൂസ് ചെയ്യുന്നത്. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമുക്ക് എക്സാം സ്കോർ ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.